ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുളക് ബജ്ജി റെസിപ്പിയുമായിട്ടാണ്. തട്ടുകടയിൽ നിന്നൊക്കെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോഴാണെങ്കിൽ മുൻപത്തെ പോലെ പുറത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. അതുകൊണ്ട് നല്ല രുചികരമായ മുളക് ബജ്ജി വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 5 മുളകാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മുളക് സാധാരണയായിട്ട് നമ്മൾ ബജ്ജി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന മുളകാണ്. കാരണം ഇതിന് അത്ര എരിവില്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള മുളക് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. ഈ മുളക് ഓരോന്നായി എടുത്ത് നമുക്ക് ഇതുപോലെ 2ആയി കീറിയെടുക്കാം. നിങ്ങൾ ഇതുപോലെ ചെയ്യുമ്പോൾ കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കത്തി പാളിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് മുളക് മുഴുവനായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് നിങ്ങളൊന്ന് കീറലിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സീഡൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എരിവില്ലാതിരിക്കുള്ളൂ. അതൊന്ന് നിങ്ങൾ നോക്കാം. ഇനി എല്ലാ മുളകും 2ആയി മുറിച്ചെടുക്കുക. ഇതുപോലെ കുരുവൊക്കെ കളഞ്ഞ് 2ആയി മുറിച്ചെടുക്കാം. അങ്ങനെ എല്ലാ മുളകും കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ കീറിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ മുളകിലൊക്കെ ജ്യൂസിയായ മസാല പിടിപ്പിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മുളക് ബജ്ജി കഴിക്കുമ്പോൾ നമ്മൾ മുളകിന് നല്ല ഉപ്പും പുളിയൊക്കെ കിട്ടും. അതിനു വേണ്ടിയാണ് 2 ടേബിൾ സ്പൂൺ മോരാണ് ഞാൻ എടുത്തത്. ഇതിന് ശരിക്കും വേണ്ടത് തൈരാണ്. അല്ലെങ്കിൽ തൈരില്ലാത്തത് കൊണ്ടാണ് ഞാൻ മോരെടുത്തത്. തൈര് എടുക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ കൂട്ടിയിട്ട് എടുക്കാം, വിട്ടുപോകരുത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ചെറുനാരങ്ങയുടെ പകുതി, അതിൻ്റെ നീര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരു ഇല്ലാതെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഓരോ മുളകെടുത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ് നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാ മുളകിലും നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നമുക്ക് ചമ്മന്തി വേണമെങ്കിൽ ചമ്മന്തി ചേർക്കാവുന്നതാണ്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം 1 കപ്പ് കടലപ്പൊടി നമുക്ക് എടുക്കാം. മെയിനായിട്ട് വേണ്ടത് കടലപ്പൊടിയാണല്ലോ. അപ്പോൾ 1 കപ്പ് കടലപ്പൊടി, അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഇടുന്നത് നല്ല ക്രിസ്പിയായി കിട്ടാനാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് 1/2 ടീസ്പൂണ് അഴമോദകം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നല്ല ജീരകം പൊടിച്ചത് ഇട്ട് കൊടുത്താൽ മതി. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം, അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് എടുത്തതാണ്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. മാവ് ഒത്തിരി ലൂസായി പോണ്ട, അപ്പോൾ മുളകിലോട്ട് മാവ് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ടയൊന്നും ഇല്ലാതെ കുഴച്ചെടുക്കാം. എൻ്റെത് കുറച്ച് ലൂസായി പോയിന്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു നുള്ള് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതി, കൂടുതലാവരുത്. അതിനുശേഷം നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, കാരണം അത്യാവശ്യത്തിനുള്ള എരിവുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. ഇനി എണ്ണ ചൂടാക്കാൻ വെക്കാം. എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം മാത്രമേ ബജ്ജി ഇടാൻ പാടുള്ളൂ. ഇപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ നല്ല പോലെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ബജ്ജി ഇടാം. മുളക് ബജ്ജി അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഡിപ്പ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി മുളക് ബജ്ജി എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കാം. എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും കുറച്ച് മാവ് ലൂസാണെന്ന്. നിങ്ങൾ ചെയ്യുമ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതി. അഥവാ കുറച്ച് വെള്ളം കൂടിപ്പോയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കടലപ്പൊടി ഇതുപോലെ കുറച്ച് 2 ടേബിൾ സ്പൂൺ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മാവ് തിക്കായി വരും. ഇനി നമുക്ക് നമ്മുടെ ബജ്ജി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഗോൾഡ് ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
അങ്ങനെ നല്ല ടേസ്റ്റിയായ മുളക് ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, കടലപ്പൊടിയും മുളകൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. അതോടൊപ്പം നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഫ്രണ്ട്സ് കിച്ചൺ വേൾഡ് ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്